ഹലോ, ഇന്നത്തെ നമ്മുടെ വിഷയം സ്റ്റോപ്പ് ഫീലിംഗ് ടയേർഡ് ആൻഡ് ഡിപ്രസ്ഡ്. മടുത്തു, ഇനി വയ്യ, എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, ആരും എന്നെ കെയർ ചെയ്യുന്നില്ല, ഞാൻ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, എല്ലാവർക്കും എന്നെ വേണം, പക്ഷേ ആരും എന്നെ സ്നേഹിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ പലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. ജീവിതത്തിൽ ഒരു സന്തോഷവും ഇല്ലാതെ എല്ലാ സമയത്തും വിഷമവും അതുപോലെ തന്നെ ദേഷ്യവും ഒരു മോട്ടിവേഷനും ഇല്ലാതെ ജീവിതം എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ? ആർ യു ഫീലിംഗ് ടയേർഡ്? ആർ യു ഫീലിംഗ് ഡിപ്രസ്ഡ്? ഡോണ്ട് വറി, നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതിനാദ്യം വേണ്ടത് നമ്മൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടോ എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും? നിങ്ങൾക്ക് പഠിക്കാൻ ശ്രദ്ധ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കുറവ്, മോട്ടിവേഷൻ കുറവ്, ഉറക്കമില്ലായ്മ, ഭക്ഷണം ശരിയായി കഴിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നേരെ തിരിച്ചും ഏതെങ്കിലും ഒരു ഭക്ഷണത്തിനോട് മാത്രം അമിതമായിട്ട് നിങ്ങൾക്ക് ക്രേവിങ് തോന്നുക, എല്ലാ സമയത്തും കിടക്കണം അല്ലെങ്കിൽ ഉറങ്ങണം എന്നുള്ള ചിന്ത മാത്രം, അല്ലെങ്കിൽ ഒരു കാര്യത്തിലും സന്തോഷം തോന്നാതിരിക്കുക, എല്ലാത്തിനോടും അല്ലെങ്കിൽ സ്വയം ഒരു ദേഷ്യമോ അല്ലെങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളാത്തവളാണ് എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ എപ്പോഴും കുറ്റബോധം തോന്നുക, ഇങ്ങനെയുള്ള പല കാരണങ്ങളും അല്ലെങ്കിൽ പല ലക്ഷണങ്ങളും ഒരു പക്ഷേ ഈ ഒരു അവസ്ഥയുടേതാകാം. എന്ന് കരുതി ഈ ലക്ഷണങ്ങളെല്ലാം ഡിപ്രഷൻ്റെ കാരണങ്ങളാണ് എന്നല്ല. പക്ഷേ ഇങ്ങനെ ഏതെങ്കിലും ഒരു ലക്ഷണങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കരുതലെടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് പേടി തോന്നിയോ? നിങ്ങൾ ഡിപ്രസ്ഡ് ആണെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഈ ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരിക്കുക എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരു പക്ഷെ നമ്മുടെ കുട്ടിക്കാലത്തെ ഏതെങ്കിലും സാഹചര്യങ്ങളായിരിക്കാം, നമ്മളെ വേദനിപ്പിച്ച എന്തെങ്കിലും അനുഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് നന്നായി പഠിക്കാൻ പറ്റാതെ പോവുക, അല്ലെങ്കിൽ കായികപരമായിട്ടുള്ള അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊന്നും നമുക്ക് അവസരം ലഭിക്കാതെ പോവുക, നമ്മുടെ കുടുംബത്തിലെ സാമ്പത്തിക പ്രാരാബ്ദങ്ങൾ, അതുണ്ടാക്കിയിട്ടുള്ള സംഘർഷം, അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിൽ ദുരനുഭവങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും മരുന്നിൻ്റെ റിയാക്ഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഏതെങ്കിലും അംഗങ്ങളുടെ ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള വൈകല്യങ്ങൾ, അത് നിങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനങ്ങൾ, അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള അല്ലെങ്കിൽ പാരമ്പര്യപരമായിട്ടുള്ള പല കാരണങ്ങളാകാം. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു അവസ്ഥയുണ്ടാകുന്നത്. കൃത്യമായി ഇതിനൊരു വിശദീകരണം നൽകാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. ഇനി എങ്ങനെ നമുക്ക് ഈ ഒരു അവസ്ഥ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ബാധിക്കുന്നത്? നമ്മൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ജോലിയിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് ശരിയായ അളവിൽ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കാനോ പറ്റുന്നില്ല, കൃത്യമായി നമുക്ക് ഉറക്കം കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും. നമ്മുടെ ആരോഗ്യത്തെയും ശരീരത്തെയും അതുപോലെ തന്നെ മനസ്സിൻ്റെയും ആരോഗ്യത്തെ തകർക്കുന്ന രീതിയിൽ, തളർത്തുന്ന രീതിയിൽ, എപ്പോഴും ക്ഷീണം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾക്കുണ്ടാകും. ഇത് ഒരു പക്ഷേ നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്താൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ നമ്മളെ പെട്ടെന്ന് രോഗിയാക്കാനോ അല്ലെങ്കിൽ ഒരു പക്ഷേ മരണം വരെ സംഭവിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കുറച്ചും കൂടിയും കൂടുതലായിട്ട് കരുതലെടുത്ത് നമ്മളെ കുറച്ചും കൂടിയും ഉന്മേഷവാനാക്കി മാറ്റാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് എങ്ങനെ ഈ അവസ്ഥയിൽ നിന്നും മറികടക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒറ്റ മാർഗമേ ഉള്ളൂ, സന്തോഷമായിട്ടിരിക്കുക. എപ്പോഴും വളരെ എനർജറ്റിക് ആയിട്ട് പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. മേക്ക് ഹാപ്പി മൊമെൻറ്റ്സ് ആൻഡ് ഹാപ്പി ലൈഫ്. കാരണം നമ്മൾ മറ്റുള്ളവരെ നോക്കിയല്ല ജീവിക്കേണ്ടത്, മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി കാത്തിരിക്കരുത്. നമ്മളുടെ ജീവിതം നമ്മൾ തന്നെ ജീവിച്ച് തീർക്കാനുള്ളതാണ്. അത് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതിയോ? പോരാ. ഏറ്റവും നന്നായിട്ട്, ഏറ്റവും മനോഹരമായിട്ട്, നല്ല നല്ല ഓർമ്മകൾ സൃഷ്ടിച്ചുകൊണ്ട് സന്തോഷമായിട്ട്, എനർജറ്റിക്കായിട്ട്, പോസിറ്റീവായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണം. എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് ജീവിക്കാൻ സാധിക്കും? പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ പരമാവധി നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. ഒരു പക്ഷേ അതൊരു പുസ്തക വായനയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുന്നതിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കുന്നതിലൂടെ ആയിരിക്കാം. നമുക്കൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷം തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ കുറച്ച് നല്ല കൂട്ടുകാരെ സമ്പാദിക്കുക, അവരുമായിട്ട് കുറച്ച് നല്ല സമയങ്ങൾ ചെലവഴിക്കുക. ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ സന്തോഷം നൽകുന്ന കാരണങ്ങളാകാം. അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു പുതിയൊരു ഹെയർ സ്റ്റൈൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ ഒരു പുതിയൊരു വസ്ത്ര രീതി നിങ്ങൾ ശ്രമിച്ചു നോക്കൂ, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ ധരിക്കാത്തൊരു വസ്ത്രം നിങ്ങൾക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം.
അല്ലെങ്കിൽ പുതിയൊരു കളർ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ നമുക്ക് ജീവിക്കാൻ മോട്ടിവേഷൻ നൽകുന്ന എന്തും, നമ്മളുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന എന്ത് കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ കൂടുതൽ ആളുകളുമായിട്ട് സംസാരിക്കാത്ത ആൾക്കാരാണെങ്കിൽ പതിയെ പതിയെ സോഷ്യലൈസേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. കുടുംബാംഗങ്ങളുമായിട്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടോ ഒരു നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് നിറയ്ക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. ഒരു പക്ഷേ അതൊരു രാവിലെ നേരത്തെ എണീറ്റിട്ട് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ നേരത്തെ ഒരു മെഡിറ്റേഷൻ ആകാം, അല്ലെങ്കിൽ ഒരു എക്സസൈസോ ഒരു ഡാൻസോ ആകാം, അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഒരു നടത്തമാകാം. ഇത് നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തോടെയും ഉന്മേഷത്തോടെയും നിലനിർത്താനായിട്ട് നമ്മളെ സഹായിക്കും. ആരോഗ്യമുള്ള ശരീരത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ സാധിക്കും. ഇങ്ങനെ പോസിറ്റിവിറ്റി നിറയ്ക്കുക, ജീവിതത്തിൽ നല്ല നല്ല ആശയങ്ങൾ ജീവിക്കാനായിട്ട്, മുന്നോട്ട് പോകാനായിട്ടുള്ള, സന്തോഷത്തോടുകൂടി ജീവിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ കണ്ടെത്തുക. ഒരു ദിവസം ഒരു ഹാപ്പി മൊമെൻറ്റ്, ഒരു ദിവസം നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്ന ഒരു ഹാപ്പി മൊമെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചെങ്കിൽ അത് വളരെ നല്ലതാണ്. അങ്ങനെ നമുക്ക് നമ്മളുടെ ടയേർഡ്നെസ്സും നമ്മുടെ ഡിപ്രഷനും ഒക്കെ മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാം. സോ സ്റ്റോപ്പ് ഫീലിംഗ് ടയേർഡ് ആൻഡ് ഡിപ്രസ്ഡ്. ബി ഹാപ്പി ഓൾവേസ്. താങ്ക് യു.